ഏഴാമത് നാഷണൽ ഡെഫ് മെൻസ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് കിരീടം നേടാൻ സഹായിച്ച ദിലീപ് ജോസഫ് പുറ്റേക്കരയുടെ അഭിമാന താരമായി. ജൂൺ മാസം 10 മുതൽ 14 വരെ ഹൈദരാബാദിലെ തെലങ്കാന സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടന്നത്. രാജസ്ഥാൻ, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളെ പരാജയപ്പെടുത്തി ഫൈനലിൽ മഹാരാഷ്ട്രയെയും തോൽപ്പിച്ചാണ് കേരളം ചാമ്പ്യനായത്. 1 ലക്ഷം രൂപയുടെ പ്രൈസ് മണിയും ട്രോഫിയും ദിലീപ് ഉൾപ്പെടെയുള്ള കേരള ടീം ഏറ്റുവാങ്ങി. നാട്ടിലെത്തിയ ദിലീപിനെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗവും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ലിൻഡി ഷിജു പൊന്നാടയണിയിച്ചും പൂച്ചെണ്ട് നൽകിയും സ്വീകരിച്ചു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CV കുര്യാക്കോസും സമീപവാസികളും സന്നിഹിതരായിരുന്നു. കുട്ടിക്കാലം മുതൽ ഫുട്ബോളിനോടും ക്രിക്കറ്റിനോടും ദിലീപിന് ഏറെ പ്രിയമായിരുന്നു എന്ന് പിതാവ് ജോസഫ് പറഞ്ഞു. തന്റെ പരിമിതികളെപ്പറ്റി ചിന്തിച്ചിരിക്കാതെ എല്ലാവരുമായും കൂട്ടുകൂടി നടന്നിരുന്ന ദിലീപ് പുറ്റേക്കര ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് കളിച്ചു വളർന്നത്. ചെറുപ്പം തൊട്ട് ക്രിക്കറ്റും ഫുട്ബോളും ഭയങ്കര ഹരമായിരുന്നു. നമ്മുടെ ഗ്രൗണ്ടിൽ അതിന് എല്ലാ ദിവസവും കളിക്കാൻ പോകും. അപ്പോൾ ഇങ്ങോര് മാത്രമേ ഉള്ളൂ ഇങ്ങനൊരു കംപ്ലൈൻറ്റ്. ബാക്കിയുള്ളവരൊക്കെ നോർമൽ ആൾക്കാരാണ്. പക്ഷെ അവരുടെ കൂടെയൊക്കെ കളിക്കാറുണ്ട് ചെറുപ്പം തൊട്ട്. അവർ ആശാഭവനം സ്കൂളിലായിട്ട് പഠിച്ചിരുന്നു. അവിടെയും വെച്ചിട്ടും അവർക്ക് കളികളൊക്കെ ക്രിക്കറ്റിൽ ഭയങ്കര ഇതായിരുന്നു. ഫുട്ബോളിലും അതെ. ഇവനാദ്യം താലൂക്ക് അടിസ്ഥാനങ്ങളിൽ മത്സരങ്ങളുണ്ടായിരുന്നു ഇവർക്ക്. തലപ്പള്ളി താലൂക്ക്, അതുപോലെ ഓരോ താലൂക്ക് അടിസ്ഥാനത്തിലുള്ള മത്സരങ്ങളിൽ നിന്ന് അതിൽ നിന്ന് ജില്ലയിലേക്ക് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ജില്ലയിൽ നിന്ന് ആണ് സംസ്ഥാന ഇതിലേക്ക് സെലക്ട് ചെയ്തത്. ജില്ലയ്ക്കായിരുന്നു അന്ന് സംസ്ഥാന ഇതിൽ ഫസ്റ്റ് കിട്ടിയത്, ചാമ്പ്യനായത്. അതിൽ നല്ല പ്ലെയറായിട്ടും അവർ തിരഞ്ഞെടുത്താണ് അദ്ദേഹത്തെ. അങ്ങനെയാണ് നാഷണൽ ഗെയിംസിലേക്ക് സെലക്ഷനായത്. ദിലീപിനെ കൂടാതെ തൃശൂർ ജില്ലയിൽ നിന്നും വേലൂർ സ്വദേശി റെനീഷും സംസ്ഥാന ടീമിന്റെ ഭാഗമായിരുന്നു. സംസ്ഥാന ടീമിൽ ഇടം നേടിയ ആദ്യ വർഷം തന്നെ ബാറ്റിംഗ് മികവ് കൊണ്ട് ടീമിനെ ദേശീയ ചാമ്പ്യൻ പദവിയിൽ എത്തിക്കാനായതിന്റെ ആഹ്ലാദത്തിലാണ് ദിലീപ് ജോസഫ്. ഒപ്പം മാതാപിതാക്കൾ ജോസഫും ട്രീസ ജോസഫും പുറ്റേക്കരയിലെ മുഴുവൻ നിവാസികളും. ബൈജു ദേവസി, ATK ന്യൂസ്.